നമസ്കാരം, വിഷ്ണുവാണേ. നമ്മൾ കിച്ചൺ ചെയ്യുമ്പോഴത്തേന് അതിനകത്ത് ബേസിക് ആയിട്ട് വേണ്ട ആക്സസറീസ് ഏതൊക്കെയാണ് നമ്മുടെ പല കസ്റ്റമേഴ്സിനും അറിയത്തില്ല. പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഏതൊക്കെ ആക്സസറീസ് ആണ് വെക്കേണ്ടത്, എങ്ങനെ വെക്കണം, എവിടെയൊക്കെ വെക്കണം എന്നുള്ളതിനെ പറ്റി പല ആൾക്കാരും അത്ര ബോധമല്ല. അപ്പോൾ നമുക്ക് മോഡുലാർ കിച്ചൺ ചെയ്യുമ്പോഴത്തേന് അതിനകത്ത് ബേസിക് ആയിട്ട് വേണ്ട ഒരു 6 ആക്സസറീസിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഈ ആക്സസറീസ് സെലക്ട് ചെയ്യുമ്പോഴത്തേന് അതിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കിച്ചൻ്റെ വാൾ ക്യാബിനറ്റ് തൊട്ട് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് വരുന്നത് നമ്മുടെ GTPT ആണ്. GTPTയുടെ പ്ലേറ്റ് ട്രേ ആണ് ഈ കാണുന്നത്. അതായത് നമുക്കിത് അഡ്ജസ്റ്റബിൾ ആണ്. പല ടൈപ്പ് പ്ലേറ്റ് വെക്കാൻ പറ്റുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഗ്ലാസ് ട്രേ, അതായത് ഒരു പ്ലെയിൻ ഗ്ലാസ് ട്രേ ആണ്. ഗ്ലാസ് ഒക്കെ വെച്ചതിന് ശേഷം ഈ പ്ലേറ്റും കഴുകിയൊക്കെ വെച്ചതിന് ശേഷം അതിൽ നിന്ന് വെള്ളം നേരെ വന്നിട്ട് വീഴാനുള്ള ട്രേ നമുക്ക് കാണാം അടുത്തായിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ഒരു PVC ട്രേ. ഈ സംഭവമെല്ലാം നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് വന്നേക്കുന്നത്. ഇതിൻ്റെ അഡ്ജസ്റ്റബിൾ അല്ലാതെ സ്ക്രൂ മൗണ്ടഡ് ആയിട്ട് വരുന്ന ടൈപ്പും ഉണ്ട്. ഇതാകുമ്പോൾ ഈസി ആയിട്ട് ഊരി കഴുകാനും വാഷ് ചെയ്യാനും എല്ലാം പറ്റുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. അടുത്ത സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ബോട്ടം ക്യാബിനറ്റിൽ വരുന്ന കട്ട്ലറിയാണ്. അടുത്തായിട്ട് നമ്മുടെ കപ്പ് ആൻഡ് സോസർ, അതായത് കട്ട്ലറിയുടെ തൊട്ടടി വരുന്ന കപ്പ് ആൻഡ് സോസറിൻ്റെയാണ് സംഭവം കാണുന്നത്. ഏകദേശം ഒരു 10-13 സോസർ വെക്കാനുള്ള പോർഷനാണ്. ഇവിടേക്ക് നമുക്ക് കപ്പും വെക്കാൻ പറ്റും. ഇതെല്ലാം ഏകദേശം ഒരു ഒറ്റ നിരയിൽ വരുന്നതാണ്. നമ്മുടെ ഹുഡ് ആൻഡ് ഹോബിൻ്റെ താഴേക്ക് ഒറ്റ നിരയിൽ വരുന്ന സംഭവമാണ് വരുന്നത്. അതിന് ശേഷമുള്ള നമ്മുടെ താലി ബാസ്ക്കറ്റ്, നമ്മുടെ പ്ലേറ്റ്സ് ഒക്കെ അടുക്കി വെക്കാനുള്ള താലി ബാസ്ക്കറ്റാണ് ഈ കാണുന്നത്. നമ്മുടെ 5ാമത്തെ ആക്സസറിയാണ് ഈ ഒരു ഓയിൽ പുള്ളൗട്ട്. നമുക്കൊരു 3 ടയറാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ 2 ടയറും ഒക്കെ അവൈലബിൾ ആണ്. അതായത് ഇതിനകത്ത് നമുക്ക് 1, 2, 3 ടയേഴ്സ് വരുന്നുണ്ട്. ഇത് നമ്മുടെ ഡോറിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ തുറക്കുന്ന ടൈപ്പാണ് വന്നേക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഇതെല്ലാം തന്നെ ഫുള്ളി SS മെയ്ഡ് ആണ്. തുരുമ്പെടുക്കത്തില്ലാത്ത 304 SS മെയ്ഡ് ആണ് വന്നേക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു വേസ്റ്റ് ബിന്നാണ് ഈ കാണുന്നത്. ഇതൊരു PVC മെയ്ഡ് ആണ്. ഫുൾ ഇതിൻ്റെ ബക്കറ്റും എല്ലാം തന്നെ PVC ആണ്. നമ്മുടെ ഇത് ഡോർ മൗണ്ടഡ് ആണ്. ഇതെല്ലാം ഡോറിൽ കണക്ട് ചെയ്യും. അതിന് ശേഷം ഇതുണ്ടോ, ഡോർ തുറക്കുമ്പോഴത്തേന് ഇതിങ്ങനെ ഓപ്പൺ ആയി കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് വരുന്നത്. അതിനുശേഷം നമ്മുടെ ഈ വേസ്റ്റും കാര്യങ്ങളും ഇതിനകത്ത് വരും. നേരെ കൊണ്ട് കളഞ്ഞാൽ മതി. ഇതിന് വേണ്ടിയിലേക്ക് നമുക്കൊരു വേസ്റ്റ് ക്യാരി ബാഗ് ഇട്ടതിന് ശേഷം ഇതെടുത്ത് ഇതിനകത്ത് വെക്കുക. അപ്പോൾ ഇത്തരം സംഭവങ്ങളാണ് നമ്മുടെ ഒരു കിച്ചണിലേക്ക് ബേസിക് ആയിട്ട് വേണ്ട 6 ആക്സസറീസ് എന്ന് പറയുന്നത്. അടുത്തായിട്ട് നമുക്കിത് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. അതായത് പ്രധാനമായിട്ടും കട്ട്ലറിയൊക്കെ ലോക്കൽ ബ്രാൻഡ് പർച്ചേസ് ചെയ്യാനുള്ള വിഷയം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ അലൈൻമെൻ്റ് ഒക്കെ ഉണ്ട്, അത് പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല. ചിലപ്പോൾ ഇതൊക്കെ ചെരിഞ്ഞുണ്ടാവും. ഇതിൻ്റെ വെൽഡിംഗ് ഒന്നും പ്രോപ്പർ ആയിരിക്കത്തില്ല. ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു സ്ക്വയറില്ലേ, അത് പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല. നമ്മളിത് പർച്ചേസ് ചെയ്യുന്ന നേരത്ത് ഒരു ടേപ്പ് എടുത്തിട്ട് ഇങ്ങനെ കോണോട് കോൺ അളക്കുക. ഇത് രണ്ടും സെയിം മെഷർമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിനൊരിക്കലും കോട്ടം വരാൻ ചാൻസ് ഇല്ല. ഇതിന് കോട്ടം വന്നാൽ ഒരു കാരണവശാലും ഇത് പ്രോപ്പറായിട്ട് അടഞ്ഞുണ്ടാവില്ല, അടയാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതുണ്ട്. കട്ട്ലറി ആയിക്കോട്ടെ, താലി ബാസ്ക്കറ്റ് ആയിക്കോട്ടെ, എല്ലാ സാധനവും കപ്പ് ആൻഡ് സോസറിൻ്റെ എല്ലാം ഈ കോണോട് കോൺ അളന്നിട്ട് മാത്രം നിങ്ങളിത് എടുക്കുക. അപ്പോൾ നല്ലൊരു ബ്രാൻഡെന്ന് വെച്ചാൽ ഇപ്പം ഹെറ്റിക് ആയിക്കോട്ടെ, എപ്കോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഹാഫ്ലെ ആയിക്കോട്ടെ, അങ്ങനെയുള്ള നല്ല നല്ല ബ്രാൻഡുകൾക്ക് എപ്പോഴും ഈ അളവ് മിസ്റ്റേക്കുകളൊന്നും വരത്തില്ല. അതിന് താഴേക്ക് നമുക്ക് ചെറിയ വിലക്കൊക്കെ കിട്ടുന്ന നമ്മൾ ലാഭം നോക്കി മേടിക്കുന്ന സാധനങ്ങൾക്കാണ് ഇതുപോലെ പണികൾ കിട്ടാറുള്ളത്. പിന്നെ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇതെല്ലാം ഫുള്ളി 304 SS ആണെന്ന് ഉറപ്പ് വരുത്തണം. കാരണം വെച്ചാൽ ഇല്ല പിന്നെ നാളെ സിറ്റുവേഷനിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ തുരുമ്പെടുക്കാനും ഇതിൻ്റെ ഈ ജോയിൻറ്റിലൊക്കെ അതായത് തുരുമ്പിൻ്റെ സ്റ്റെയിനൊക്കെ വന്നിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴും ആ ഒരു 304 SS ആണുള്ള കാര്യം നോക്കുക. അടുത്തായിട്ട് എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള സംഭവം ഇതിൻ്റെ റേറ്റ്. നമുക്കൊരു ബേസിക് സാധനം ഇതിപ്പോൾ അത്യാവശ്യം കൂടിയ ഒരു മീഡിയം റേഞ്ച് പ്രോഡക്റ്റാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് റേറ്റ് ഒക്കെ പറയുമ്പോൾ ഒരു 1500, 2000, 2500, 4000 ആ റേഞ്ചിലേക്കാണ് പല പ്രോഡക്റ്റുകളുടെ റേറ്റ് നിൽക്കുന്നത്. ഇതിപ്പം കുറച്ച് കൂടിയ പ്രോഡക്റ്റാണ് ഇരിക്കുന്നത്. ഒരു മീഡിയം റേഞ്ചാണ്. ഇതിൻ്റെ ഹൈ റേഞ്ച് ഒക്കെ വരുമ്പോഴത്തേന് പിന്നെ റേറ്റ് കയറി പോകും. ഈ സെയിം സാധനം തന്നെ 4000 രൂപ കിട്ടുന്ന സാധനം തന്നെ നേരെ 6000 രൂപ അങ്ങനെയൊക്കെ തന്നെ ഈ കൂടിയ സംഭവങ്ങൾക്ക് വരും. അതിൻ്റെ തന്നെ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി വരുമ്പോഴത്തേന് ഒരു 1850 രൂപയ്ക്ക് നമുക്ക് പല സാധനം കിട്ടുന്നതായിരിക്കും. ഒരു ഓവറോൾ റേറ്റ് ആണ് പറഞ്ഞത്, ഒരു അറിവ് കിട്ടാൻ വേണ്ടി മാത്രം, ഒന്നിൻ്റെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടില്ല. അപ്പം കിച്ചൺ ആക്സസറീസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കുഞ്ഞു വീഡിയോ ആണ്, ഇത്രേ പറയാനായിട്ടുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ ഇനിയും ചെയ്യാം. അപ്പം ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.